എന്താണ് ചെയ്യേണ്ടത് എന്നറിയാം, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളാണ്. നമ്മളതിനെ അങ്ങനെയാണ് വിളിക്കുക. പക്ഷെ ഇന്ന് സോഷ്യോളജിസ്റ്റുകൾ പെർപെച്വൽ പ്രിപ്പറേഷൻ എന്നൊരു ടേമാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത തയ്യാറെടുപ്പ്. ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇതുണ്ട് എന്നാണ് അവർ പറയുക. ജോലി തിരഞ്ഞെടുക്കൽ, ജീവിതം സെറ്റിൽഡ് ആക്കൽ, വീട് പണി, മക്കൾ, പാർട്ട്ണറെ തിരഞ്ഞെടുക്കൽ, ഇതിലൊക്കെ തയ്യാറെടുപ്പുകൾ അവസാനിക്കുന്നില്ല. യാത്രയ്ക്ക് പോകണം, യാത്ര ഇഷ്ടമാണ്, പക്ഷെ പ്രിപ്പറേഷൻ അവസാനിക്കുന്നില്ല. ഈശോയെ പിൻചെല്ലാൻ തീരുമാനിച്ചാൽ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നറിഞ്ഞാൽ പിന്നെ അമാന്തിക്കരുത്, മുന്നും പിന്നും നോക്കരുത്, ഇറങ്ങിയേ പറ്റൂ എന്നാണ് ഈശോ പറയുക. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കരുത്. ഇനി ഈശോയോടൊപ്പമുള്ള യാത്ര, ശീലങ്ങൾ മാറ്റാനുള്ള ശ്രമം, ഇതിലെല്ലാം ഓക്കെ ആവും, ഈസി ആവും എന്ന് കരുതരുത്. തല ചായ്ക്കാൻ ഇടമില്ലാത്തവൻ്റെ പിറകെയുള്ള പോക്കാണ്. ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇങ്ങനെയല്ലേ? ഈ കോഴ്സ്, ഈ ജോലി, ഈ പാർട്ട്ണർ എല്ലാം ഓക്കെ ആവണം എന്നുണ്ടോ? അങ്ങനെയില്ല. നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നന്മകൾ വരും. ഇനി കണ്ടീഷൻസ് വയ്ക്കരുത്. ചിലർ പറയാറില്ലേ, മഴയില്ലെങ്കിൽ പള്ളിയിൽ പോവാം, എല്ലാം ഒത്തുവന്നാൽ കുമ്പസാരിക്കാം, അടുത്ത വർഷം ധ്യാനം കൂടാം, അപ്പനെ പോയി അടക്കിയിട്ട് വരാം, വീട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയണ പോലെയാണ്. പിന്തിരിഞ്ഞു നോക്കരുത്, അമാന്തിച്ചു നിൽക്കരുത്. ഇന്ന് ഈശോയോടൊപ്പം പോകണം. ഈ യാത്രയ്ക്ക് ഇറങ്ങേണ്ടത് ഇപ്പോൾ തന്നെയാണ്.